ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇനി ചോറിന് കറി ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കരുത്. ഈ ഒരു മരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ടൊരു കറി ഉണ്ടാക്കി ചോറ് കഴിക്കാം. ഞങ്ങളുടെ സ്പെഷ്യൽ എക്യുപ്മെൻ്റ് ആണ്, ഓമയ്ക്ക പറിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സ്പെഷ്യൽ എക്യുപ്മെൻ്റ് ആണ് ഇത്. ഇത് പപ്പ ഉണ്ടാക്കിയ ഒരു തോട്ടിയാണ് കേട്ടോ. ഇതാകുമ്പം ഓമയ്ക്ക പറിക്കുകയും ചെയ്യാൻ, താഴെ വീഴത്തില്ല, ചതയത്തില്ല, പൊട്ടത്തില്ല, ഒന്നുമില്ല. ഫ്രഷായിട്ട് ഓമയ്ക്ക എടുക്കാം. അപ്പം നമ്മൾ എടുത്ത ഓമയ്ക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അരിഞ്ഞു വെച്ച ഓമയ്ക്ക, അതേപോലെ സവാള ആവശ്യത്തിന്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് അരച്ചെടുത്തത്. ആദ്യം നമ്മൾ പാൻ വയ്ക്കുക, വെള്ളം ഒഴിക്കുക, പിന്നെ ഉപ്പിടുക. അതിൻ്റെ അകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഓമയ്ക്ക ഇടുക. ഇത് ഞങ്ങളുടെ അമ്മയുടെ ഉഴുന്നപ്പമാണ്, ദോശമാവ് കൊണ്ടുണ്ടാക്കിയ അപ്പമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഒരുപാട് വെള്ളം തിളയ്ക്കണ്ട, ജസ്റ്റ് ഒരു തിള വരുമ്പോഴത്തേക്ക് ഓമയ്ക്കയുടെ പീസെല്ലാം നമ്മൾ കോരിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. പാത്രം വയ്ക്കുക, എണ്ണ ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇടുക, ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഓൾറെഡി നമ്മൾ വേവിച്ചതിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഉപ്പ് നോക്കിയിട്ട് കുറച്ചും കൂടി ഉപ്പിടുക. ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ്, അതേപോലെ കുരുമുളക്, മഞ്ഞപ്പൊടി, ഇത്രയും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഓമയ്ക്ക, അരിഞ്ഞു വെച്ച ഓമയ്ക്ക, വേവിച്ച് വെച്ച ഓമയ്ക്ക ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് 20 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം. 20 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കട്ടെ. അപ്പം ഞാനിങ്ങനെ അത് അടച്ചു വെച്ചിട്ട് ഞാനിങ്ങനെ വെളിയിലോട്ട് നോക്കിയപ്പം ഇവിടെ മഴയാണ്, നല്ല മഴയുണ്ട്. അപ്പം പിങ്കി എല്ലാ ദിവസവും വൈകിട്ട് ഒരു ഈവനിങ് വാക്കിന് പോകുന്നത്. അപ്പോൾ ഇന്ന് പോകാൻ പറ്റാത്തതുകൊണ്ട് പപ്പ പിങ്കിയെ എടുത്ത് മതിലിൻ്റെ മണ്ടയ്ക്ക് കൊണ്ട് ഇരുത്തിയിട്ട് കുടയൊക്കെ പിടിച്ചു കൊടുത്ത് തടവി കൊടുക്കുക. എന്തൊരു സുഖമാണെന്ന് നോക്കുക പിങ്കിക്ക്, എന്തൊരു സുഖമാണ്. മീൻ തിന്നുക, ഉറങ്ങുക. ഇത് തന്നെയാണ് പിങ്കിയുടെ ഡ്യൂട്ടി. പിന്നെ ഇതാണ് നമ്മളുടെ വീടും സ്ഥലവും, ഇങ്ങനെയാണ് നമ്മുടെ വീടാണിത്. പുറകിലാണ് നമ്മളുടെ ഫാം വരുന്നത്. അത് നമ്മൾ ഫാമിൽ പോയില്ലേ, അതാണ് നമ്മളുടെ ഫാം. അപ്പോൾ ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്ക് നമ്മളുടെ ഓമയ്ക്ക മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക, കുറച്ച് ഇളക്കുക, എന്നിട്ടൊരു 5-10 മിനിറ്റും കൂടി വെക്കുക. അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഓമയ്ക്ക മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. കപ്പ, മീൻകറി, മത്തി വറുത്തത്, അതേപോലെ മീൻ പരിഞ്ഞിൽ, ഓമയ്ക്ക മെഴുക്ക് പുരട്ടി, ഇത്രയായിരുന്നു കറി. മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കുക. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയല്ല, ഒരു മെഴുക്ക് പുരട്ടിയാണ്. പിന്നെ ഇവിടുത്തെ ഓമയ്ക്കയ്ക്ക് മധുരം ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.